ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു VRJviews. ജിമ്മിൽ പോകുന്നതിനെക്കുറിച്ചും വർക്കൗട്ടിനെക്കുറിച്ചുമെല്ലാം വേണം. വർക്കൗട്ട് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അടങ്ങിയ പോസ്റ്റ് വർക്കൗട്ട് ഭക്ഷണം കഴിക്കാം. രാവിലെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സമയമെന്ന് ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ടാകും. വ്യായാമം രാവിലെ തന്നെ ചെയ്യണമെന്നില്ല. രാവിലെ ചെയ്താൽ കൂടുതൽ ഫലപ്രദമാകുമെന്ന് പറയുന്നത് ശാസ്ത്രീയ അടിത്തറയില്ല. ഏതു സമയത്ത് വേണമെങ്കിലും വ്യായാമം ചെയ്യാവുന്നതാണ്. എങ്കിലും രാത്രി ഏറെ വൈകി വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഉറക്കത്തെ ബാധിക്കുമെന്നത് തന്നെയാണ് കാരണം. തീർത്തും തെറ്റായ വാദമാണ് വർക്കൗട്ട് ചെയ്താൽ വിയർക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന്, കടുത്ത തണുപ്പുള്ള അന്തരീക്ഷത്തിൽ എത്ര തീവ്രമായ വ്യായാമങ്ങൾ ചെയ്താലും വിയർക്കണമെന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ വർക്കൗട്ട് മോശമാണ് എന്നല്ല. നന്നായി വർക്കൗട്ട് ചെയ്താൽ ശരീരം വിയർക്കുന്നത് സ്വാഭാവികമാണ്. എത്ര തീവ്രമായ വർക്കൗട്ടും അനായാസം ചെയ്യാൻ ചെറുപ്പക്കാർക്ക് കഴിയും. അവരുടെ ശരീരത്തിലെ കൊഴുപ്പും എളുപ്പം ഇരിഞ്ഞു വീഴുകയും കരുത്തുറ്റ പേശികളായി പ്രതിഫലിക്കുകയും ചെയ്യും. ഉപാപചയ പ്രവർത്തനങ്ങളും ദഹനവുമെല്ലാം അവരിൽ മികച്ച രീതിയിലായിരിക്കും. 30 മുതൽ 40 വയസ്സാകുന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗം സ്വാഭാവികമായി കുറയും. അതിനർത്ഥം മസിൽ വളർച്ച ഉണ്ടാകില്ല എന്നല്ല, അതിൻ്റെ തീവ്രത കുറയുമെന്ന് മാത്രം. പ്രായത്തിനനുസരിച്ച് വർക്കൗട്ട് രീതികളിൽ മാറ്റം വരുത്തിയാൽ ഫിറ്റ്നസ് എപ്പോഴും നിലനിർത്താൻ കഴിയും. ഉറച്ച പേശികളും കരുത്തുറ്റ ശരീരവും നിലനിർത്തണമെങ്കിൽ മാംസാഹാരം കഴിക്കണമെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇറച്ചി കഴിക്കണമെന്ന് നിർബന്ധമില്ല. മസിൽ ദൃഢതയ്ക്ക് സഹായിക്കുന്ന പ്രോട്ടീൻ പ്രധാനമായും ലഭിക്കുന്ന മാംസാഹാരത്തിൽ നിന്നാണ്. എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ നിന്നും ഇത് ലഭിക്കും. രണ്ട് ഭക്ഷണങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ബീഫ്, മുട്ട, പാൽ, നിലക്കടല, ബീൻസ്, ചെറുപയർ തുടങ്ങിയവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. അരിഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രമേ ശരീരം ഫിറ്റാക്കി നിലനിർത്താൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ശാരീരിക പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. അമിത കൊഴുപ്പിനെ ഇടയാക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് പലരും അരി ആഹാരം ഒഴിവാക്കുന്നത്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവ കഴിക്കാവുന്നതാണ്. ശരീരം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അല്പം കഴിക്കാം. ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കൂടി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.